നമുക്ക് വളരെ എളുപ്പത്തിൽ കുമ്പളങ്ങ വെച്ചിട്ടൊരു ഹൽവ തയ്യാറാക്കാം. ഇത് കർണാടകയിലെ വെഡ്ഡിംഗ് സ്പെഷ്യൽ ആയിട്ടുള്ള കാശി ഹൽവയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് വലിയൊരു നുള്ളു കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് അതിൽ കുതിർന്ന് കഴിയുമ്പോൾ ഒരു പെസ്റ്റിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ചതച്ചു കൊടുക്കണം. ആ ചതച്ചു കൊടുത്തു കഴിയുമ്പോൾ നല്ല നിറം കിട്ടും അതിന്. പിന്നെ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു വലിയ പീസാണ് ഞാനിവിടെ മേടിച്ചിരിക്കുന്നത്. ഇതിന് നമ്മുടെ പച്ചക്കറികളിൽ പെടുന്ന സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു വെജിറ്റബിൾ തന്നെയാണിത്. നന്നായിട്ട് തോല് കളഞ്ഞ് ഇതിൻ്റെ കുരുവൊക്കെ നീക്കിയിട്ട് ഒരു ഗ്രേറ്ററിൽ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജ്യൂസും കൂടെ കിട്ടും. അപ്പോൾ അതും കളയരുത്. നല്ല ഫൈനായിട്ടുള്ള ചീസ് ഗ്രേറ്ററിൽ ഇട്ട് അരിയുന്നതായിരിക്കും ഏറ്റവും നല്ല. ഒരുപാട് വലുതായി കഴിഞ്ഞാലും അത്ര നല്ലതാകത്തില്ല. ഇത് 235 ml മെഷറിംഗ് കപ്പിന് 3 കപ്പ് ഗ്രേറ്റ് ചെയ്ത കുമ്പളങ്ങയുണ്ട്. ഇനി ഇതൊരു പാനിലിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ പ്രഷർ കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ചെടുത്താലും മതി. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റി തുടങ്ങി, മുക്കാലും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മുതൽ 1 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പഞ്ചസാര അലിയുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ആ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചതച്ചെടുക്കുന്ന കാരണം സാഫ്രോണിൻ്റെ നല്ല ടേസ്റ്റും നല്ല കളറും കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ വേണം നന്നായിട്ട്. ആ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് വറ്റി വരണം. അതുവരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് പാകമാകാനുണ്ട്. ഇതിന് ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് പുറത്ത് വരണം. കുമ്പളങ്ങയുടെ യാതൊരു ടേസ്റ്റും വരത്തില്ല. നല്ല നെയ്യുടെയും ആ കുങ്കുമപ്പൂവിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് നന്നായിട്ട് മുന്നേ നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ച നെയ്യെല്ലാം സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതേപോലെ ഒരു സൈഡിലോട്ട് കൂട്ടിക്കഴിഞ്ഞ് ഇതേപോലെ ഇരിക്കണം. അപ്പോൾ ഇതാണ് ഒരു പാകം. അതിൽ നെയ്യൊന്നും അതിൽ പിടിക്കാതെ പുറത്തേക്ക് വരും. പിന്നെ കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇത് അല്പം കൂടെ ഒന്ന് കുറുകി വരും. ഇനി ഒരു ചെറിയ പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആ ഹൽവയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സാധാരണ ഹൽവ പോലെ മുറിച്ചെടുക്കുന്നതല്ല. നമ്മുടെ ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ സ്പൂണിൽ കഴിക്കുന്ന ഒരു ഹൽവയാണ്. ഇപ്പോൾ നമ്മുടെ കാശി ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് കുമ്പളങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. പാചകലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്.